റെഡി സ്റ്റാർട്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇതാക്കിയിട്ടുണ്ട്. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. തല മീൻ്റെ തല. അണ്ണാ ഇത് ഏത് മീൻ എണ്ണ? ഇതാണ് ചൂരമീൻ. നെമ്മീൻ്റെ തല. നെമ്മീൻ ചൂരല്ലേ? നെമ്മീൻ്റെ അല്ല നെമ്മീൻ ചൂരയാണ്. ചൂരത്തല. നെമ്മീൻ ചൂരയല്ല. അല്ല വെള്ളച്ചൂര. ചൂരത്തല. ഇതിന് പുളിച്ചാണ് അടിക്കുന്നത്. കുരുമുളക് പുള്ളിക്ക് പെട്ടെന്ന് തന്നെ മറ്റേ സാധനങ്ങൾ എണ്ണ ഒഴിച്ചു. അതിൻ്റെ ഒപ്പം പുളിച്ച ഒരു 5-6 ഉലുവക്കഷ്ണം അങ്ങോട്ട് ഇട്ടു. ഒന്നിട്ടിൽ നിന്ന് കാണിക്കുക. കുരുമുളക് ഇട്ടില്ല. 2 ജീരകം കിടക്കട്ടെ. അവിടെ കിടന്ന അങ്ങോട്ട് മൂക്കട്ടെ. ഉലു വേണോ? ഉലുവ വേണ്ട. മറ്റേ പച്ചമുളകാണ്. ഇടയ്ക്കാർക്കൊക്കെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ നീര് കയറും. എന്തോന്ന് പറ്റില്ല. കഴിക്കാനുണ്ടോ? അത് നനഞ്ഞല്ലേ. അപ്പോഴത്തേന് നമ്മുടെ ഇഞ്ചി പേസ്റ്റ് നമ്മുടെ ഒന്ന് ഉൾക്കാൻ പറ്റേ. ഇനി പോസ്റ്റ് ചെയ്തോ. പോസ്റ്റ് ചെയ്തോ. നമ്മുടെ പൊടിക്കൊരു മഞ്ഞപ്പൊടി. ഇതിൻ്റെ ആ ഒരു കിടന്നോട്ടല്ലേ. ഓക്കെ. വേകാനായിട്ടൊരു ശകലം ഉപ്പ്. നമുക്ക് കണക്കൊന്നുമില്ല. ഒരു പരുവത്തിന് ഉപ്പിട്ടോ. ഇതായിട്ടൊന്ന് ഇളക്കി കൊള്ളുക. ഇവരുടെ മുളക് പൊടി സാധനങ്ങളൊക്കെ അടുപ്പിച്ചോണേ. മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. മറിച്ച പുളിസയുണ്ട്, മറിക്കാത്ത പുളിസയുണ്ട്. പോത്തിന്റെ കണ്ണു വേണോ? അതൊരു കാടമുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടേക്കുന്നു. പുഴുങ്ങിയോട്ട് റോസ്റ്റ് അടിക്കും. സുരേഷ് ഇട്ടോ. കുടംപുളി അവിടെ കണ്ട. നമ്മുടെ കുടംപുളി ഏറ്റവും അങ്ങോട്ട്. നല്ല പുളിയാണോ? നല്ല പുളി. നല്ല പുളിയാ? 4 ഇടണോ അതോ 5 ഇടണോ? നമ്മൾ കുടംപുളി നമ്മൾ ഇതും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇടുക. എണ്ണയ്ക്കകത്ത് ഇരുന്ന് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് വെള്ളം കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു പുളിത്തിറങ്ങും. അതിന് വേണ്ടിയാണ് നമ്മൾ സവാള കൂടെ ഒന്ന് മൂത്തോട്ടെ. ഇച്ചിരി സവാള ശകല സവാള നമുക്ക് അത് ഗ്രേവിക്കൊന്ന് ഇതാ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഒരു സവാള എടുക്കുന്നതാ ചെറുത്. ചെറുതും പരുന്നൊന്നുമില്ല. പക്ഷേ ഉള്ളി വെള്ളത്തിട്ടാ പുളി കൊടുത്തുള്ളൂ. അതിൻ്റെ സാധനം ഞാൻ മാറ്റി നമ്മൾ ഇതിന് നമ്മൾ ടേസ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ തക്കാളി കൂടാൻ
കാടമുട്ട പുഴുങ്ങിയത് റോസ്റ്റ് അടിക്കാൻ. ഒരു ഉപ്പിട്ടിട്ടില്ലേ? ഉപ്പിട്ടോടാ, ഉപ്പ് തിളയ്ക്കുമ്പോൾ ഇട്ടാൽ മതി. മുളക് നാട്ടിൽ നിന്ന് ഉള്ള സാധനം. കാശ്മീരി ഇല്ല, കാശ്മീരി ഇതായിട്ടുണ്ട്. ഉണ്ടോ? അതിട്ടിട്ട് കുറച്ച് കാശ്മീരി കളർ ഇവിടെ ഇത് ഇട്ടിട്ടാ പിടിച്ചിട്ടുണ്ട്. ആവശ്യമില്ല. മുളക് പൊടി കാശ്മീരി പിന്നെ നോക്കാനില്ല, നമുക്കൊരു കണക്കാണ്, നമ്മുടെ ഒരു കണക്ക്. മീൻ തലയ്ക്കകത്ത് എരിവ് പിടിക്കാൻ മുളക് പൊടി കൂട്ടിയിടണം. അത് തന്നെ കാശ്മീരി വേണമെന്നുണ്ടെങ്കിൽ ശകലം കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം മസ്റ്റാണ് കുരുമുളക്, അതിൻ്റെ ആ കുത്തൽ കിട്ടാൻ. പിന്നെ ഇളക്കി കൊണ്ട് പൊളിക്കണം. ഒരുപാട് എരിവ് ആവശ്യമില്ലാത്തവർക്ക് കുരുമുളക് ഒഴിവാക്കുന്നതാണ്. അത് തന്നെ നമ്മളിപ്പോൾ ഇതിനകത്തിട്ടേക്കുന്ന 2 മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കളറിനും ഒന്ന് എരിവിനും. ഒന്ന് എരിവ് മണം വരുന്നുണ്ട്. അവിടെ കരിയാപ്പല കഴിവില്ലെങ്കിൽ കഴുകണം. നമ്മൾ എന്ത് സാധനം എടുത്താലും കഴുകി യൂസ് ചെയ്യുക. എന്നിട്ട് കരിയാപ്പല തണ്ടോട് കൂട്ടി പോവുക. അങ്ങനെ അവിടെ കിടന്നു. സൗണ്ടൊക്കെ കരിയാപ്പല ഇട്ടാ വേണ്ടേ, നമ്മൾ തക്കാളി അണ്ണാ സൗണ്ട് വരുന്നുണ്ടോ വീഡിയോയിൽ? സൗണ്ട് വേണോ? വേണ്ടേ? സൗണ്ട് വേണ്ട. സൗണ്ട് വേണ്ട. ഇങ്ങോട്ട് ഇത് ക്യാപ്ഷൻ കൊടുത്താൽ മതി. മെറ്റീരിയൽസ് ശരിയെന്ന് ചൂടുള്ള എടുത്തു. ചെറുതായിട്ട് ചെയ്യുന്നു. ഓപ്പി മാറിയില്ല. ഇതുവരെ എല്ലാം ഓക്കെയാണോ? ചെറുതായിട്ട് വെള്ളം അങ്ങോട്ട് ഊറ്റി കൊടുക്കുക. വെള്ളം വെച്ചാൽ കുറഞ്ഞു പോയി. നമ്മൾ ആ മസാലയൊന്ന് ചൂടാവാൻ വേണ്ടി ഒന്നുകൂടെ ഇതാക്കുക. ഇതാണ് ചെറുതായിട്ടൊന്ന് ചേർക്കും. നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഡിഷാണ് തലക്കറി. തല എന്ന് പറഞ്ഞാൽ ചിന്നത്തലയുണ്ട്, പെരിയത്തലയുണ്ട്, പല തലകളുമുണ്ട്. നമ്മൾ തല എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ആരാണ്? പെരിയതല. നീ കിടക്കേണ്ടിയാ, പക്ഷേ നീ കിടക്കാനുള്ള സംഭവമില്ല. കാശ്മീരിയാണ് വേണ്ടിയത്. ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് നോക്കുക, ഇളക്കി നോക്കുക. മസാലയുടെ ആ ഒരു പരുവം. നോക്കിക്കഴിയുമ്പോൾ ചൂടൊഴിക്കാം. കുറുകും. നമുക്ക് മീൻ വേകാനുള്ള വെള്ളം കൂടെ വേണം. വെള്ളം മറ്റൊരു ശകലം മസാല കയറിയിട്ടുണ്ട്. നമ്മളത് ഒന്നൊന്ന് ഇളക്കി ഇട്ടേക്കാം. അത് ആ കൂട്ടത്തിൽ പോട്ടെ. വെള്ളം കെട്ടണം. അല്ല, കൊഴുപ്പാണ്. എന്നിട്ട് ആദ്യമേ മീൻ വെള്ളം ഉടനെ കെട്ടുന്നില്ല. ഇനി ആ ഒരു മസാലക്കകത്തോട്ട് നമ്മൾ മീനൊക്കെ അങ്ങോട്ട് ഇടുക. തല എടുക്കുക. എന്നപ്പോൾ തല എടുത്തപ്പോഴത്തേന് ചോര വീണ്ടും ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊന്നുകൂടെ ഒന്ന് വശമാണ്. ചെറുതായിട്ടൊന്ന് ഞെക്കുക. വെള്ളം
ഒന്ന് തോട്ടങ്ങ് ഇതാക്കുക. ഓക്കെ അല്ലേ? ഇതുവരെ എല്ലാം സെറ്റല്ലേ? എന്നിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് പിന്നെ കുറച്ചങ്ങോട്ട് ഗ്രേവി അങ്ങോട്ട് കോരി ഇതാക്കുവാണ്. അതിനകത്തെല്ലാം ഒന്ന് ശകലം ഒന്ന് കയറണം. തീയൊന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടുക. പരിപാടികളുണ്ട്. എന്നിട്ട് വീഴും നിന്ന് തിളക്കട്ടെ. കറക്റ്റാണോ? പക്ക. അപ്പോൾ മൂടി വെച്ചു നമ്മൾ പോയിരുന്നു. ചങ്ക്സ് മെമ്പേഴ്സ് കണ്ണിനകത്ത് വാ വിളിച്ചിട്ട് അതിനകത്ത് കുറച്ച് കുത്തിക്കല്ലേ ഒഴിച്ചോ? ആ ഓക്കെ ഓക്കെ. എന്തല്ലോ ഇത് കുറച്ച് മൂടി വെച്ചോ. ഇത് മൊത്തത്തിൽ കിടത്തി പൊതിഞ്ഞിട്ടോ. നമുക്കിപ്പോൾ കഴിക്കാൻ വേണ്ടി 10 മിനിറ്റ് ചൂടായിട്ട് ചൂട് കുറഞ്ഞിട്ട്. അല്ല മറ്റേത് അവർ വരുമ്പോൾ തന്നെ റെഡിയാക്കിയാൽ പോലെ. പിന്നെ ഇതിപ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഗായ്സ്, അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.